പുഷ്പ 2വിന്റെ വമ്പൻ വിജയത്തിന് പിന്നാലെ പുഷ്പ 3യെക്കുറിച്ചുള്ള ചർച്ചകളാണ് സിനിമാ ലോകത്ത് ചർച്ചയാകുന്നത്. എന്തായാലും പുഷ്പ 3നെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഒന്നടങ്കം. പുഷ്പ 3യിൽ വിജയ് ദേവരകൊണ്ടയാകും വില്ലനാവുക എന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഓസ്കാർ ജേതാവായ റസൂൽ പൂക്കുട്ടി പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെയാണ് ഈ ചർച്ചകൾ സജീവമായത്. പുഷ്പ 2വിനായി സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് റസൂൽ പൂക്കുട്ടിയാണ്. അദ്ദേഹത്തിലൂടെയാണ് പുഷ്പ 3നെക്കുറിച്ചുള്ള വിവരം പുറത്തറിയുന്നത്. റസൂൽ പൂക്കുട്ടി സൗണ്ട് മിക്സിംഗിന്റെ വിശേഷം സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. ആ പോസ്റ്ററിലെ ചിത്രത്തിന് പുറകിൽ പുഷ്പ 3 ദി റാംപേജ് എന്ന് എഴുതിയിരുന്നത് വ്യക്തമായിരുന്നു. എന്നാൽ അബദ്ധത്തിൽ പങ്കുവച്ച ഈ ചിത്രം പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനു പിന്നാലെ പുഷ്പ 3യെക്കുറിച്ചുള്ള പ്രഖ്യാപനവുമായി അണിയറ പ്രവർത്തകരും രംഗത്തെത്തി. പിന്നാലെയാണ് വിജയ് ദേവരകൊണ്ട പുഷ്പ 3യിലുണ്ടാകുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാകുന്നത്. പുഷ്പ 2 റിലീസിനിടെയുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചതും പിന്നാലെ അല്ലു അർജുന്റെ അറസ്റ്റുമെല്ലാം വാർത്തകളിൽ ഇടം നേടിയിരുന്നു. പിന്നാലെ ജാമ്യം നേടിയെത്തിയ അല്ലു അർജുനെ കാണാൻ നിരവധി താരങ്ങളും എത്തി. ഇതിൽ വിജയ് ദേവരകൊണ്ടയുടെ സാന്നിധ്യവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇതാണ് പുഷ്പ 3യിൽ താരത്തിന്റെ സാന്നിധ്യം ഉറപ്പാണെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകാനും കാരണം. എന്തായാലും പുഷ്പ 2 വൻ ഹിറ്റായി മാറുകയാണ്. ആഗോള കളക്ഷൻ 1409 കോടി പിന്നിട്ടതായാണ് നിർമ്മാണ കമ്പനി തന്നെ വ്യക്തമാക്കുന്നത്. ഉടൻ തന്നെ ചിത്രം 1500 കോടി കടക്കുമെന്നാണ് റിപ്പോർട്ട്. പുഷ്പ 2 ദി റൂളിന്റെ ഇന്ത്യയിലെ കളക്ഷൻ മാത്രം ഇതുവരെ 900 കോടി പിന്നിട്ടുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച 63.3 കോടി രൂപയുടെയും ഞായറാഴ്ച 76.6 കോടി രൂപയുടെയും കളക്ഷനാണ് രാജ്യത്തെ തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത്. എന്തായാലും പുഷ്പ 2വിന്റെ വിജയവും പുഷ്പ 3യുടെ പ്രഖ്യാപനവും വൻ ആഘോഷമാക്കുകയാണ് ആരാധകർ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.